നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത MP-മാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് ദുരന്ത സമയത്ത് വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിൽ കേന്ദ്രം സഹായിച്ചിരുന്നുവെങ്കിലും അർഹമായ ദുരന്ത സഹായം വൈകിക്കുകയാണെന്നും ഇതിൽ പ്രതിഷേധം അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ചൂരൽമലയിലുണ്ടായിരുന്നതെന്നും വരാനിരിക്കുന്ന ചെലവുൾപ്പെടെ 1222 കോടി രൂപയുടെ സഹായമാണ് ഇതിനായി ചോദിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കാൻ പദ്ധതിയുള്ള ടൗൺഷിപ്പിനായി മേപ്പാടി പഞ്ചായത്ത് പ്രാഥമിക പട്ടിക തയ്യാറാക്കി. 983 കുടുംബങ്ങളാണ് ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്നതെന്നാണ് കണക്ക്. എന്നാൽ 504 കുടുംബങ്ങളെയാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പട്ടികയിൽ ചർച്ച നടത്താൻ ദുരന്തബാധിതരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചിരിക്കുകയാണ് മേപ്പാടി പഞ്ചായത്ത്. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ സജി ചെറിയാനെതിരെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കേരള ഹൈക്കോടതി. മല്ലപ്പള്ളി പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി സജി ചെറിയാൻ ക്ലീൻ ചീറ്റ് നൽകിയ സംസ്ഥാന പോലീസ് നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. 2022 പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗമുണ്ടായത്. ഏറ്റവും നന്നായി ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റുന്ന ഭരണഘടനയാണ് നമ്മുടേതെന്നും ഇതിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം കുടച്ചക്രം എന്നെല്ലാം എഴുതിവെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നായിരുന്നു സജി ചെറിയാൻ്റെ പ്രസംഗം. മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കോടതി ഉത്തരവ് അംഗീകരിക്കുന്നു, പക്ഷേ തൻ്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഉത്തരവിട്ടതെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. വിഷയത്തിൽ അന്ന് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് താൻ രാജിവെച്ചുവെന്നും ഇനി രാജിയില്ലെന്നും ഉത്തരവ് പഠിച്ച് പരിശോധിച്ച് നിയമ നടപടിയുമായി മേൽക്കോടതിയിൽ പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലിലൂടെ വീണ്ടും മന്ത്രിയായി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഹൈക്കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതുകൊണ്ട് അടിയന്തരമായി സജി ചെറിയാൻ രാജിവെക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. മന്ത്രിക്ക് അനുകൂലമായി പോലീസ് നൽകിയ റിപ്പോർട്ടാണ് കോടതി സ്വീകാര്യമല്ലെന്ന് പറഞ്ഞതെന്നും മന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം അന്വേഷണത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഇനിയും അന്വേഷണം പ്രഹസനമായി മാറുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. സജി ചെറിയാനെ മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് BJP നേതാവ് V മുരളീധരൻ ആവശ്യപ്പെട്ടു. പോലീസ് റിപ്പോർട്ട് തന്നെ ഹൈക്കോടതി തള്ളിയെന്നും അന്ന് രാജിവെക്കാൻ ഉണ്ടായ സാഹചര്യം ഇപ്പോഴും തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി ഭരണഘടനയുടെ അന്തസ്സത്ത പഠിപ്പിക്കുന്നവരാണ് CPM-കാരെന്നും രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രാജിവെപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസവുമായി 3 മുന്നണികളും. നഗരത്തിലെ പോളിംഗ് വർധനയിൽ പ്രതീക്ഷ വയ്ക്കുന്ന NDA 80,000-ലേറെ വോട്ടിന് ജയിക്കുമെന്നും നഗരസഭയിൽ ഒപ്പത്തിനൊപ്പം പിരാരിയിൽ ശക്തമായ മേൽക്കൈയും ഉറപ്പെന്ന് വാദിക്കുന്ന UDF മാത്തൂരിൽ കൂടി മുന്നേറ്റമുണ്ടാക്കി 12,000-നും 15,000-നും ഇടയിൽ വോട്ടിന് ജയിച്ചു വരുമെന്നും വിശദീകരിക്കുന്നു. ത്രികോണ മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നിലായെന്നും P. സെറിൻ്റെ സാധ്യതയാണ് തെളിഞ്ഞു വരുന്നതെന്നും 5,000 വോട്ടിന് വിജയിക്കുമെന്നും LDF-ഉം വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. പോളിംഗ് കുറഞ്ഞതും വിവാദങ്ങളും UDF-നെ ബാധിക്കില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനമാണ് വിവാദങ്ങളിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് BJP ജയിക്കട്ടെ എന്ന നിലപാടാണ് CPM-നെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുനമ്പം വിഷയത്തിൽ സമവായ നിർദ്ദേശവുമായി സർക്കാർ. ഭൂമിയിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നത് സർക്കാർ പരിഗണിക്കും. ഭൂമി വഖഫ് ആയി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് തീരുമാനത്തിനെതിരെ ഫാറൂഖ് കോളേജ് വഖഫ് ട്രിബ്യൂണൽ നൽകിയ കേസിൽ കക്ഷി ചേരുന്ന കാര്യവും സർക്കാർ പരിഗണിക്കും. അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ഉണ്ടാകും. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്ന് സർക്കാർ വീണ്ടും ഉറപ്പ് നൽകിയാണ്. വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചോടെ മുനമ്പത്തെ 614 കുടുംബങ്ങൾക്കാണ് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടമായത്.
മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ സർക്കാർ അപ്പീൽ നൽകിയേക്കില്ല. വ്യക്തിയെന്ന നിലയിൽ സജി ചെറിയാന് പ്രത്യേക അനുമതിയോടെ അപ്പീൽ നൽകിയേക്കാമെന്നാണ് ധാരണ. ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ ഓഫീസ് നൽകിയിരിക്കുന്ന പ്രാഥമിക നിയമോപദേശം ഇങ്ങനെയാണ്. ഭരണഘടനാ വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിൽ അന്വേഷണം നടക്കുമ്പോൾ സജി ചെറിയാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണമെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി നിൽക്കുക എന്നതാണ് കീഴ്വഴക്കമെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കുന്നതാകും ഉത്തമമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രതിവർഷം രാജി ചോദിക്കാത്ത ആരാണ് മന്ത്രിസഭയിലുള്ളതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാനെതിരെ കോടതി നടപടിയിൽ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം ഉചിതമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സജി ചെറിയാൻ നേരത്തെ രാജിവെച്ച സാഹചര്യം ഇപ്പോൾ ഉള്ളതെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ IAS ഉദ്യോഗസ്ഥൻ K. ഗോപാലകൃഷ്ണനെതിരെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ വിവാദം അന്വേഷിക്കും. കൊല്ലം DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് അന്വേഷണം. ആത്മകഥാ വിവാദത്തിൽ പ്രമുഖ CPM നേതാവ് E.P. ജയരാജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കണ്ണൂർ കീച്ചേരിയിലെ ജയരാജന്റെ വീട്ടിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. പുസ്തക വിവാദത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ്. DC ബുക്സിനെതിരെ ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ആത്മകഥയിൽ തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രചരിപ്പിച്ചതിനെതിരെയായിരുന്നു നിയമ നടപടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യിക്കാൻ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും വീടുകൾ കയറി ഖുർആനിൽ തൊട്ട് സത്യം ചെയ്യിച്ചുവെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മതവർഗീയതയോട് കൂട്ടുകൂടിയത് UDF ആണെന്നും എന്നാൽ മണ്ഡലത്തിൽ 2021 E. ശ്രീധരന് കിട്ടിയ പിന്തുണ P. സരിന് ലഭിച്ചുവെന്നും ശ്രീധരന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടും സരിന് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. 2017 ഏപ്രിൽ 9 പറവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് ഹൈക്കോടതി റദ്ദാക്കി. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ലെന്നും ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റവും റദ്ദാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും കേസെടുത്താൽ കേസെടുക്കാനേ സമയം കാണൂ എന്നും കോടതി വിമർശിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.